അഗ്നിദേവ, വരാൻ പോകുന്ന യുദ്ധം നാം ആലോചിച്ച് തയ്യാറാക്കിയ പദ്ധതിക്കനുസരിച്ചാണ് നടക്കുക. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അനുകൂലമായിരിക്കും എന്നതിന് തർക്കമില്ല. ദേവേന്ദ്രൻ വിജയിക്കട്ടെ. അതെ, ദേവാധിപ പ്രണാമം. അങ്ങ് യുദ്ധത്തിനൊരുങ്ങുകയാണെന്ന് അറിഞ്ഞു. ശരിയാണ് തൊഷ്ടാവേ. എന്തിനൊരു യുദ്ധം? അതും അസുരന്മാരോട്. അവരും നമ്മുടെ സഹോദരന്മാരല്ലേ? സഹോദരന്മാരോ? അല്ല അല്ല, ശത്രുക്കൾ. ശത്രുക്കൾ ഏതർത്ഥത്തിൽ? എല്ലാ അർത്ഥത്തിലും. മനസ്സിലായില്ല. ആകൃതി കൊണ്ട്, പ്രകൃതി കൊണ്ട്, സ്വഭാവത്തിന്റെ കാര്യത്തിൽ, ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യത്തിൽ, ഭക്ഷണ കാര്യത്തിൽ, എന്തിന് നിദ്രയുടെ കാര്യത്തിൽ പോലും എല്ലാ കാര്യത്തിലും ദൈത്യന്മാർ ദേവന്മാർക്ക് വിരുദ്ധരാണ്. അത് ഓരോ സൃഷ്ടിയിലും ഉണ്ടാകുന്ന വൈവിധ്യ ഗുണങ്ങളാണ്. ദേശകാല വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഓരോ പ്രാണിവർഗത്തിന്റെയും നിലനിൽപ്പിന് അത് ആവശ്യവുമാണ്. ദൈത്യന്മാരുടെ ഈ നിഷിദ്ധ ഗുണങ്ങൾ ദേവന്മാരുടെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് അവരെ നശിപ്പിക്കുക തന്നെ വേണം. എത്ര ലാഘവത്തോടെയാണ് അത് സംസാരിക്കുന്നത്. ഒരു വംശത്തെ മുഴുവൻ നശിപ്പിക്കും. ലോകമുണ്ടായ കാലം തൊട്ടേ തുടങ്ങിയതാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും ഒരുമിച്ച് ചേർന്ന് പോകില്ല. നന്മ തിന്മകൾ ആപേക്ഷികമാണ്.